ഹായ്, നമസ്കാരം എല്ലാവർക്കും. എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എല്ലാവർക്കും സുഖമാണെന്ന് അറിയാം. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ പാലക്കാട് നമ്മുടെ കല്ലേക്കാട് ലക്ഷ്മി ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം ഹോംലി ഫുഡിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഒരു കടയുണ്ട്. അവർ അച്ഛനും അമ്മ മക്കൾ ഒക്കെ കൂടിയിട്ട് നടത്തുന്ന ഒരു ഹോംലി ഫുഡ്. അപ്പോൾ ചോറുണ്ട്, കറിയുണ്ട്, അത്യാവശ്യം ബീഫും സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എനിക്കിന്ന് മീൻ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനൊന്ന് മെല്ലെ അവിടെ പോയി ഇന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു എനിക്കൊരു ഫിഷ് ഫ്രൈ വേണം. അതിപ്പോൾ സിലോപ്പി ഉണ്ട്, വേറെ 1-2 ഐറ്റങ്ങൾ, 2-3 ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു ഫ്രൈ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നപ്പോൾ എനിക്കൊരു സിലോപ്പിയ ഫിഷ് ഫ്രൈ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പുള്ളി ഒരു ഫിഷ് ഫ്രൈ ചെയ്തിട്ട് അവിടെ റെഡി ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണ്, ഫാമിലീസൊക്കെ വരുന്നുണ്ട്. നല്ല ഫുഡാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പല പ്രാവശ്യമായി ഞാനിങ്ങനെ ഇപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ കല്ലേക്കാട് ലക്ഷ്മി മറ്റേ ഹോംലി ഫുഡാണ്. അതൊരു ഒരു വീടും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു സംരംഭമാണ്. അപ്പോൾ ഞാനിന്ന് വാങ്ങി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇത് ഞാനിന്ന് വാങ്ങിയ ഇത് സിലോപ്പിയ ഫ്രൈ ആണ്. ചുരുങ്ങിയത് എനിക്കൊരു 400 ഗ്രാമിൽ കൂടുതൽ കാണും ഈ ഒരു ഫിഷ്. എനിക്ക് മോര് കറി എടുത്തിട്ടുണ്ട്, ചോറും മോര് കറി. അപ്പോൾ ഈ ഫിഷ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി, ഫ്രൈ ചെയ്തു. ഇതിൻ്റെ വില നിങ്ങൾക്ക് അറിയണ്ടേ? ഇതൊരു 400 ഗ്രാമിൽ കൂടുതൽ ഈ സാധനമുണ്ട്. ഇത് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിനെക്കാട്ടിലും വലുപ്പമാണ്. ഇപ്പോൾ വാലിത് ഞാൻ ഇവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ കണ്ട എൻ്റെ കയ്യിനെക്കാട്ടിലും കണ്ട നോക്കൂ, എൻ്റെ കയ്യിനെക്കാട്ടിലും വലിപ്പം ഈ ഐറ്റത്തിനുണ്ട്. ഇത്രയും നല്ലൊരു സാധനം. വെറും 150 രൂപയാണ് ഈ സാധനത്തിന് അദ്ദേഹം വാങ്ങിയത്. വെറും 150 രൂപ നമുക്ക് ഈ ഒരു ഫ്രൈക്ക് അവർ വാങ്ങിയത്. എന്താണ് ഇപ്പോൾ അവർക്കതിലൊരു ലാഭം എന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ വളരെ നല്ല ടേസ്റ്റിയാണ്. അവരുടെ മസാലക്കൂട്ടും എല്ലാം വളരെ ടേസ്റ്റിയാണ്, വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കണം തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിച്ചതാണ്. പറ്റുമെങ്കിൽ ആ സ്ഥലത്തുനിന്ന് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് കാണാം. ഇനി ഇതേപോലെ ഓരോ അവസരങ്ങളായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.